മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സോഷ്യൽ മീഡിയ നിശ്ചലമായി. നിലമ്പൂർ ഫലം എതിരായതോടെ മുഖ്യമന്ത്രി സോഷ്യൽ മീഡിയയ്ക്ക് അവധി കൊടുത്തു എന്ന ചോദ്യമാണ് ഇതോടെ ഉയരുന്നത്. ജഗതി ശ്രീകുമാറിനെ യാത്രക്കിടയിൽ കണ്ടുമുട്ടിയ കാര്യമാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അവസാനമായി വന്നത്. 2 ദിവസം മുമ്പായിരുന്നു ഇത്. നിലമ്പൂരിൽ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച മുഖ്യമന്ത്രിക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു സ്വരാജിന്റെ ദയനീയ തോൽവി. നിലമ്പൂർ തെരഞ്ഞെടുപ്പിനിടെയാണ് തന്റെ 12 അംഗ സോഷ്യൽ മീഡിയ ടീമിന്റെ ശമ്പളം മുഖ്യമന്ത്രി കൂട്ടിക്കൊടുത്തത്. ഇത് നിലമ്പൂരിൽ ചർച്ചാ വിഷയമാവുകയും ചെയ്തു. മുഹമ്മദ് ഇഹിയ എന്ന ആളാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീം ലീഡർ. 75,000 രൂപയായിരുന്നു ഇയാളുടെ മാസ ശമ്പളം. ഇത് 78,750 രൂപയാക്കി ഉയർത്തി. കണ്ടന്റ് മാനേജർ സുദീപ് ജെ സലീമിന്റെ ശമ്പളം 70,000 രൂപയായിരുന്നു. ഇത് 73,500 രൂപയാക്കി ഉയർത്തി. സീനിയർ വെബ് അഡ്മിനിസ്ട്രേറ്റർ, സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ, കണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റ് എന്നിവർക്ക് 65,000 വീതമായിരുന്നു ശമ്പളം. ഇവരുടെ ശമ്പളം 68,250 വീതമാക്കി ഉയർത്തി. ഡെലിവറി മാനേജർ എന്നൊരു പോസ്റ്റ് കൂടിയുണ്ട്. അത് എന്ത് ഡെലിവറിയാണ് നടത്തുന്നതെന്ന കാര്യത്തിലും അറിയില്ല. ശമ്പളം 50,000 രൂപ. PPA എന്ന ആളാണ് ഡെലിവറി മാനേജർ. ഇയാളുടെ ശമ്പളം 58,800 രൂപയാക്കി വർദ്ധിപ്പിച്ചു. റിസർച്ച് ഫെലോ, കണ്ടന്റ് ഡെവലപ്പർ, കണ്ടന്റ് അഗ്രഗേറ്റർ എന്നിവർക്ക് 53,000 രൂപ വീതമാണ് ശമ്പളം. ഇവരുടെ ശമ്പളം 55,650 രൂപ വീതമായി ഉയർത്തി. ഡാറ്റ റിപ്പോസിറ്ററി മാനേജർ എന്ന പേരിൽ 2 പേരുണ്ട്. 45,000 രൂപ വരെയായിരുന്നു ഇവരുടെ ശമ്പളം. ഇത് 47,250 രൂപയാക്കി വർദ്ധിപ്പിച്ചു. കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ ശമ്പളം 22,290 രൂപയായിരുന്നു. 23,405 രൂപയായും വർദ്ധിപ്പിച്ചു. 2022 മെയ് 6 മുഖ്യൻ 12 അംഗ സോഷ്യൽ മീഡിയ ടീമിനെ മുഖമിനുക്കാൻ നിയമിക്കുന്നത്. 6 മാസം കരാർ നിയമനത്തിലായിരുന്നു ഇവർക്ക് ആദ്യ നിയമനം. കാലാവധി കഴിഞ്ഞതോടെ 1 വർഷത്തേക്ക് കൂടി നീട്ടിക്കൊടുത്തു. ഇത് തീർന്നപ്പോൾ വീണ്ടും നീട്ടി. പിണറായി രാജിവെക്കുന്നത് വരെ ഇവർ കൂടെ ഉണ്ടാകും. നിലമ്പൂരിൽ ദയനീയ തോൽവി നേരിട്ടതോടെ അടുത്ത ഭരണം ഇനിയില്ല എന്ന് മനസ്സിലാക്കിയവർ ജോലി സ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങൾ തുടങ്ങിയെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. സീഡിറ്റിന്റെ തലപ്പത്ത് TNCമയുടെ ഭർത്താവ് ജയരാജ് ഉണ്ട്. അതുകൊണ്ട് സീഡിറ്റിലായിരിക്കും ഇവരെ മുഖ്യൻ സ്ഥിരപ്പെടുത്തുക എന്ന് പോലും ശ്രുതി ഉയരുന്നുണ്ട്.